ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാറുണ്ട്, എല്ലാ സക്സസ് സ്റ്റോറിയുടെയും പിന്നിൽ രണ്ട് ഹീറോസ് ഉണ്ടാവും. നമ്മൾ ഒരാളെ കാണും, മറ്റാളെ നമ്മൾ തീരെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ഏതൊരു ടീം എടുക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് ഗ്രൂപ്പോ ഒരു ഫ്രണ്ട് സർക്കിളോ അതിൽ ഒരു ഓഫീസ് സ്പേസോ, അവിടെ ഒരു എക്സ്ട്രോവേർട്ടും ഒരു ഇൻട്രോവേർട്ടും ഉണ്ടാവും. ആ ടീമിൻ്റെ ഫേസ് ആയിട്ട് വരുന്നത് ആ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ആളായിരിക്കും ആ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും ആളുടെ ഫേസ് ആയിരിക്കും. പക്ഷെ ആളുകൾ എന്ത് ചിന്തിക്കുന്നു, ആളുകൾ എന്ത് പറയുന്നു എന്നൊന്നും നോക്കാതെ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ റൺ ചെയ്യുന്ന ഒരു ഇൻട്രോവേർട്ട് ഉണ്ടായിരിക്കും. ആളായിരിക്കും ആ ടീമിൻ്റെ മുഴുവൻ ഡിസിഷൻസ് എടുക്കുന്നത്, നെഗോസിയേഷൻസ് നടത്തുന്നത്, ഡീല് ക്ലോസ് ചെയ്യുന്നത്. ആളെ നമ്മൾ അധികം ആളും ശ്രദ്ധിച്ചോളണമെന്നുണ്ടാവില്ല. നമ്മൾ എപ്പോൾ ഒരു സക്സസ് സ്റ്റോറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്തും ആ ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പിന്നിൽ ആ ബാക്ക് ബോൺ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ കൂടി റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത്.